ഹായ്. കഴിഞ്ഞ സെഷനിൽ ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ സെഷനിൽ തന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അറിവിന്റെ കൂടെ എക്സ്ട്രാ എന്താണ് പഠിക്കേണ്ടത്. അപ്പൊ UPSC തന്നെ നമ്മളോട് എന്താണ് പഠിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന്, അത് എവിടുന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സീഡ് IASന്റെ ഹിസ്റ്ററി അനാലിസിസിലേക്ക് സ്വാഗതം. UPSC സിവിൽ സർവീസ് എക്സാമിനെ പറ്റി പറയുന്നത് അത് വേൾഡിലെ സെക്കൻഡ് മോസ്റ്റ് ടഫസ്റ്റ് എക്സാം ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും ടഫ് ആയിട്ടുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ സിമ്പിൾ കാര്യമാണോ? അല്ല. നമ്മൾ കുറച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് എന്താ പറയുക, ഇതൊക്കെ അറിയാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ സിലബസ് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഹിസ്റ്ററിയുടെ സിലബസ് ആണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഹിസ്റ്ററിന്റെ സിലബസ് അല്ലെങ്കിൽ ഹിസ്റ്ററി എന്നൊരു സബ്ജക്ട് UPSC എക്സാമിന് എങ്ങനെ നമ്മൾക്ക് പഠിച്ചെടുക്കാം, UPSC എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിച്ചെടുക്കാം നമുക്ക് നോക്കാം. ആൻഡ് UPSC സിവിൽ സർവീസ് എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 3 സ്റ്റേജസ് ആയിട്ടാണ്. പ്രിലിംസ് ഉണ്ട്, മെയിൻസ്, ദെൻ ഇന്റർവ്യൂ. പ്രിലിംസ് എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ആൻഡ് അത് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിന്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. പകരം അത് അവർ പറയുന്ന ഒരു കട്ട് ഓഫ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാം. ആൻഡ് സെക്കൻഡ് ലെവലാണ് മെയിൻസ് എക്സാം. അത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. ആൻഡ് തേർഡ് ഇന്റർവ്യൂ. അപ്പൊ ഈ മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ. ഇത്രയും എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ. ഇനി ഈ പ്രിലിംസിനും മെയിൻസിനും ഇന്റർവ്യൂവിനും ഒരേപോലെ ബെനിഫിഷ്യൽ ആവുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ. അത് പ്രിലിംസിനും പഠിക്കാം, മെയിൻസിനും പഠിക്കണം, ആൻഡ് ഇന്റർവ്യൂവിനും ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. ഓക്കെ. അപ്പൊ പ്രിലിംസിനും മെയിൻസിനും ഹിസ്റ്ററി പഠിക്കുന്നതിന്റെ ഡിഫറൻസ് എന്താ? പ്രിലിംസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒരു ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെ പറ്റി ഒരു ഓവറോൾ ബോധം വന്നാൽ മതി. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്കൊരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുക ഹിസ്റ്ററി എന്ന സബ്ജക്ട് വെച്ചിട്ട്. ആൻഡ് ഇത് രണ്ടും, അതായത് ഒരു ഓവറോൾ പിക്ചറും നല്ല രീതിയിലൊരു അനലൈസ് ചെയ്ത ഒരാൾക്ക് ഇന്റർവ്യൂവിന് ഏത് രീതിയിലും ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിനെ പറ്റി ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോ ഞാൻ ഈ പറഞ്ഞൊക്കെയാണ്. അപ്പം ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ സബ്ജക്റ്റ് ആണ്. നമുക്ക് മെയിൻസിനും പ്രിലിംസിനും ഈവൻ ഇന്റർവ്യൂവിനും ഒരേപോലെ ആവശ്യമാണ്. അപ്പൊ ഇത് പ്രിലിംസിന് ഒരു രീതി പഠിക്കുക, മെയിൻസിന് ഒരു രീതി പഠിക്കുക, അങ്ങനെ വേണ്ട. പഠിക്കുമ്പോൾ ഒരുമിച്ച് രണ്ടിനും ഉപയോഗപ്പെടുന്നു എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സബ്ജക്ട് പഠിച്ചു പോകാം. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഹിസ്റ്ററിക്ക് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പ്രിലിംസിന് എന്ന് പറഞ്ഞ് ഹിസ്റ്ററി സബ്ജക്റ്റിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, അത് ഏകദേശം UPSC പറഞ്ഞിരിക്കുന്ന ഒരു ഓർഡറിൽ ഞാൻ പറയാം. പ്രിലിംസിന് വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് ഹിസ്റ്ററിനെ നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, അതുപോലെ ഇതിന്റെ എല്ലാത്തിന്റെയും റെലവെന്റ് ആയിട്ടുള്ള ആർട്ട് ആൻഡ് കൾച്ചറും നമ്മൾ പഠിക്കും. അപ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുക, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതായത് ഇന്ത്യയുടെ ഒരു ഉത്ഭവം എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാണെന്ന് പറയാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് കൾച്ചർ, പിന്നെ മൗര്യൻ എംപയർ, അശോക ചക്രവർത്തിയൊക്കെയുള്ള മൗര്യൻ എംപയർ. പിന്നീട് അതിനുശേഷം അത് നോർത്ത് ഇന്ത്യയിലായിരിക്കും. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ അതേ സമയം എന്ത് സംഭവിച്ചു? സംഘം ഏജ്, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഘം ലിറ്ററേച്ചർ ഒക്കെയുള്ള സംഘം ഏജ്, പിന്നെ ഗുപ്ത ഡൈനാസ്റ്റി. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിനെ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനും മൂന്നായിട്ടാണ് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ആണ് ഏൻഷ്യൻ ഹിസ്റ്ററി, സെക്കൻഡ് ആണ് മെഡീവൽ ഹിസ്റ്ററി. മെഡീവൽ ഹിസ്റ്ററിയിൽ നമ്മൾ എന്തൊക്കെ പഠിക്കും? അതായത് പിന്നീട് ഈ പോസ്റ്റ് ഗുപ്ത പീരീഡിൽ എന്ത് സംഭവിച്ചു, ഗുപ്ത ഡൈനാസ്റ്റിക്ക് ശേഷം ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന രജ്പുത് ഡൈനാസ്റ്റീസ്, ഡൽഹി സുൽത്താനേറ്റ്, മുഗൾസിനെ പറ്റി എന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ട്. ആൻഡ് മുഗൾസിന് ശേഷം അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ അവിടെ കുറച്ച് റീജിയണൽ പവേഴ്സ് വന്നു. മറാത്ത, ശിവജീനെ അറിയായിരിക്കുമല്ലോ, വിജയനഗര എംപയർ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കിങ്ഡംസും അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥകളും രാജാക്കന്മാരും ചെയ്ത വലിയ വലിയ കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മൾ മെഡീവൽ ഹിസ്റ്ററിയിൽ പഠിക്കുക. ഓക്കെ. കമ്മിങ് ടു നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഇസ് മോഡേൺ ഹിസ്റ്ററി. ആൻഡ് ഈ മോഡേൺ ഹിസ്റ്ററിക്കും അല്ലെങ്കിൽ മെഡീവൽ ഹിസ്റ്ററി, ഏൻഷ്യൻ ഹിസ്റ്ററി,
ഇതെല്ലാം പഠിക്കുമ്പോഴും ഇതിന്റെ കൂടെ ഒരു ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് കൂടെ നോക്കും. അതായത് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലാണെങ്കിലും മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലാണെങ്കിലും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലാണെങ്കിലും നമ്മുടെ ആർട്ട്, അതായത് നമ്മുടെ എന്താ പറയുക, ആർക്കിടെക്ചറിൽ വന്ന ചേഞ്ചസ്, ഓരോ ടൈം പീരീഡിൽ വന്ന ടെമ്പിളിന്റെ കൺസ്ട്രക്ഷനിൽ വന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ വലിയ വലിയ മോണുമെന്റ്സിന്റെ ആരൊക്കെ കൊണ്ടുവന്നു, ആരാണ് ആ കൺസ്ട്രക്ട് ചെയ്തത്, അതിനെന്താണ് അതിന്റെ സെപ്പറേറ്റ് ഫീച്ചർ, സിഗ്നിഫിക്കന്റ് ഫീച്ചർ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു യുണീക് ഫീച്ചർ എന്താണ്. അപ്പൊ ഓരോ ടൈം പീരീഡിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിലും കൾച്ചറിലും വന്ന സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് നമ്മൾ ഇതിനൊപ്പം പഠിക്കും. ഓക്കെ. പിന്നെ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ നമ്മൾ ആകെ ഫോക്കസ് ചെയ്ത കുറെ രാജാക്കന്മാരെയും കുറെ യുദ്ധങ്ങളും അല്ല. ഓക്കെ. കാരണം എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ UPSCക്ക് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ കുറെ ഡേറ്റ്സ് ബൈ ഹാർട്ട് ചെയ്യുവാണോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു തരത്തിലും ഡേറ്റ്സ് ബൈ ഹാർട്ട് ചെയ്യുകയല്ല ചെയ്യാം. ഞാൻ പറഞ്ഞു മെയിൻസിനാണ് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കണം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഒരു ഓർഡറിൽ പഠിക്കും. ആ ഓർഡറിൽ പഠിക്കാനായിട്ട് ഓരോ രാജാക്കന്മാരെ നമുക്ക് വേണം. കാരണം ആ രാജാവിന്റെ രീതിയിൽ പഠിച്ചാലാണ്, അല്ലെങ്കിൽ ഇന്ന രാജാക്കന്മാരെ പറ്റി പഠിച്ചു പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു മെയിൻ ഓർഡർ വരുന്നത്. ആൻഡ് ഓരോ സ്ഥലത്തെയും അല്ലെങ്കിൽ ഓരോ കിങ്ഡത്തിലെയും അവിടുത്തെ ആളുകളുടെ അവസ്ഥ, അവരുടെ എക്കോണമി എങ്ങനെയായിരുന്നു, അവരുടെ സോഷ്യൽ ബിലീഫ്സ് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ കൾച്ചറൽ ബിലീഫ്സ് എന്തായിരുന്നു, സോഷ്യലി അവർ എങ്ങനെയായിരുന്നു, അവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥകളും എല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ. അതാണ് UPSCക്ക് വേണ്ടിയുള്ള ഹിസ്റ്ററി എന്ന സബ്ജക്ട് പഠിക്കുമ്പോൾ അത് വ്യത്യസ്തമാവുന്നത് അങ്ങനെയാണ്. അതായത് നമ്മൾ ജസ്റ്റ് കുറെ കിങ്സോ ബാറ്റിൽസോ അല്ലെങ്കിൽ അതിന്റെ കുറെ ഇയേഴ്സോ ഇതൊന്നും അല്ല പഠിക്കുന്നത്. നമ്മൾ ഓരോ സമയത്തുണ്ടായ ഓരോ ഡെവലപ്മെന്റ്സ്, അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പഠിക്കാൻ പറ്റി, അതിൽ നിന്ന് എന്തൊക്കെ മെച്ചമുണ്ടായി, അല്ലെങ്കിൽ എന്തൊക്കെ മോശം കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്താണ്, ദോഷം എന്താണ്, ഇനി എങ്ങനെ അത് ആവർത്തിക്കാതിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ റിവൈവ് ചെയ്യണമെങ്കിൽ എന്തിനു വേണ്ടി റിവൈവ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഹിസ്റ്ററി നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പൊ ഞാനിപ്പം ഇതുവരെ പറഞ്ഞത് നമ്മൾ ഹിസ്റ്ററി പ്രിലിംസിന് വേണ്ടി പഠിക്കുമ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാജാക്കന്മാര്, അവിടുത്തെ ജനങ്ങൾ, അവരുടെ അവസ്ഥകൾ, പ്ലസ് അവിടുത്തെ ആർട്ട് ആൻഡ് കൾച്ചറും പഠിക്കും. രണ്ടാമത് നമ്മൾ നോക്കുന്നത് ഏതാണ്, മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി. സെയിം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റീസ്, കിങ്സ്, അവരുടെ കാര്യങ്ങൾ, അവിടുത്തെ ആളുകളുടെ അവസ്ഥകൾ, അതുപോലെ ആർട്ട് ആൻഡ് കൾച്ചറും ഇതിന്റെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് മോഡേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നതും അവർ നമ്മളുടെ ഇന്ത്യയുടെ സോഷ്യോ റിലീജിയസ് കാര്യങ്ങളിൽ റിഫോംസ് വരുത്തിയതും അതിന് ബാക്കി ഇന്ത്യൻസ് എങ്ങനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതും ഒക്കെ പഠിക്കണം. അതിനുശേഷം ലൈക്ക് ഇത്രയും ആ ഒരു ഫ്ലോയിൽ വന്നതിന് ശേഷം പിന്നെയാണല്ലോ നമുക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാർ നമ്മൾ രക്ഷിക്കുകയല്ല, ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും വ്യക്തമായി പഠിച്ചിട്ട് ഇന്ത്യയുടെ നാഷണൽ മൂവ്മെന്റ്സിന്റെ ഓരോ ഇവന്റ്സും ഓരോ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസും, അത് മെയിൻ ആൾക്കാർ മാത്രമല്ല, ചില റീജിയണൽ ലീഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്, അവരെ പറ്റിയും, പിന്നെ ചില റീജിയണൽ മൂവ്മെന്റ്സ്, ചില സ്ഥലത്ത് മാത്രം ഉണ്ടായിരുന്ന ട്രൈബൽ മൂവ്മെന്റ്സ്, പെസൻ മൂവ്മെന്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കും. ഒപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് കൊണ്ട് നമുക്കുണ്ടായ എക്കണോമിക്കൽ ഇമ്പാക്ട് എന്തൊക്കെയാണ്, അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് റവന്യൂ സിസ്റ്റത്തിലൊക്കെ ഉണ്ടായ ചേഞ്ചസ് എന്താണെന്നും അവർ കൊണ്ടുവന്ന മെയിൻ ആക്ട്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ക്ലാസ്സസിലൊക്കെ പഠിക്കും. ഓക്കെ. അപ്പൊ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ ബ്രിട്ടീഷുകാർ വന്നത്, പിന്നീട് നമുക്കുണ്ടായ സോഷ്യോ റിലീജിയസ് ചേഞ്ചസ് എന്തൊക്കെയാണ്, റിഫോംസ് എന്തൊക്കെ വരുത്തി, അവരെന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട്, പോളിസീസ്, ചേഞ്ചസ് ആണ് നമ്മുടെ എക്കണോമിയിലും പൊളിറ്റിയിലും ഒക്കെ കൊണ്ടുവന്നത്. പിന്നീട് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റും പഠിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ പ്രിലിംസിനായിട്ട് ഓവറോൾ കാര്യങ്ങൾ പഠിക്കുക. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രിലിംസിന് എന്താണ് പഠിക്കുന്നത്, പ്രിലിംസിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി മെയിൻസിന് എന്താന്ന് നോക്കാം. മെയിൻസിന് കുറച്ചുകൂടെ കാര്യമായിട്ട് UPSC കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് മെയിൻസിൽ മെയിൻ ആയിട്ട് 4 പേപ്പറാണ്, GS1, GS2, GS3, GS4. ഓക്കെ. ഈ GS1 എന്ന പേപ്പറിലാണ് ഹിസ്റ്ററി എന്ന സബ്ജക്ട് വരുന്നത്. ഓക്കെ. അത് ക്ലിയർ ആണല്ലോ? അപ്പൊ GS1 എന്ന് പറയുന്ന പേപ്പറിൽ ഹിസ്റ്ററിയുടെ എന്തൊക്കെ കാര്യം പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, അതായത് നമ്മുടെ ഇന്ത്യയിലെ സാലിയൻ ആർട്ട് ഫോംസ്, ലിറ്ററേച്ചറുകൾ, ഓക്കെ, ഒത്തിരി കാര്യം. അതായത് ഏൻഷ്യൻ ഹിസ്റ്ററി തൊട്ട് നമ്മളുടെ ഇവിടെ ഒത്തിരി ലിറ്ററേച്ചേഴ്സ് എഴുതി പോന്നിട്ടുണ്ട്. അപ്പൊ ആ ലിറ്ററേച്ചേഴ്സ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ആർക്കിടെക്ചേഴ്സ്, അതിൽ വന്ന മാറ്റങ്ങൾ,
ഓക്കെ, അത് ബാക്കിയുള്ളവരുടെ ലൈഫിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്തു, ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർട്ട് ആൻഡ് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ നമ്മൾ പഠിക്കും. എന്തിന്? മെയിൻസിന് വേണ്ടി. അത് ജസ്റ്റ് കാര്യം അറിയാൻ മാത്രമല്ല, അതിലെ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് നമ്മൾ പഠിക്കണം. ഓക്കെ, പിന്നെ ഏൻഷ്യൻ ഹിസ്റ്ററി ടു മോഡേൺ ടൈംസ് ഉണ്ടായ എവല്യൂഷൻ, എല്ലാ കാര്യത്തിന്റെയും ഈ പറഞ്ഞ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിലെ എല്ലാ കാര്യങ്ങളുടെയും ആ ഒരു എവല്യൂഷൻ നമ്മൾ പഠിക്കണം. ആ ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട് ഇന്നലെ വരെ എന്തൊക്കെ ചേഞ്ചസ് ഇതിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മേജർ ഫിലോസഫിക്കൽ സ്കൂൾസ് ഇപ്പൊ ബുദ്ധിസം, ജൈനിസം, ഇതൊക്കെ ഫിലോസഫിക്കൽ സ്കൂൾസാണ്. ഓക്കെ, യോഗ, ഇതൊക്കെ ഇപ്പൊ ഇവരൊക്കെ നമുക്ക്, അല്ലെങ്കിൽ സയൻസ്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. ഓക്കെ, അടുത്താണ് മോഡേൺ ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, മോഡേൺ ഇന്ത്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 18th സെഞ്ചുറി തൊട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മോഡേൺ ഇന്ത്യയിൽ വ്യക്തമായി പഠിക്കണം. ഫ്രീഡം സ്ട്രഗിളിലെ വേരിയസ് സ്റ്റേജസും അതിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരും പേരല്ല, അവരുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, മനസ്സിലായോ? അതുപോലെ ഈ മെയിൻസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, നമ്മൾ ആക്ച്വലി പ്രിലിംസിന് വേണ്ടി പഠിച്ചു വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതിന് ശേഷം ആ പാർട്ടീഷന്റെ കുറച്ച് കാര്യങ്ങളായിരിക്കും. പാർട്ടീഷന് ശേഷം ഇന്ത്യയിലുണ്ടായ സിഗ്നിഫിക്കന്റ് ഇവന്റ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് മെയിൻസിന് വേണ്ടി. ക്ലിയർ ആണല്ലോ? ഒരു പ്രിലിംസ് ഒന്ന് എഴുതി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞ്, ലൈക്ക് നിങ്ങൾക്ക് അറിയാം വിത്തിൻ ടു വീക്സ് നമ്മുടെ റിസൾട്ട് വരും. അപ്പം ഒന്ന് സെറ്റ് ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഈ പ്രാവശ്യം പ്രിലിംസ് ക്ലിയർ ആവുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഈവൻ ഇല്ലെങ്കിൽ പോലും അതിനുശേഷം ജസ്റ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കുറച്ച് ടോപ്പിക്കുകൾ അത് ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിനു മുന്നേ വരെ പ്രിലിംസിന് വേണ്ടിയിട്ട് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, പാർട്ടീഷന് ശേഷം ഉണ്ടായ ഇന്ത്യയിലെ സിഗ്നിഫിക്കന്റ് ഇവന്റ്സ് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണ്ട. ഓക്കെ, അപ്പം മോഡേൺ ഹിസ്റ്ററിയിൽ ഒരു മിഡ് 18th സെഞ്ചുറി തൊട്ടിട്ട് ഇന്നലെ വരെ നടന്ന ഇവന്റ്സ് എല്ലാം ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് മെയിൻസ്, മോഡേൺ ഹിസ്റ്ററി എന്ന ടോപ്പിക്കില് മെയിൻസിനായിട്ട് പഠിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അതിൽ സിഗ്നിഫിക്കന്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്, അന്നേരം നടന്ന ഓരോ ഇവന്റ്സ് ഉണ്ട്, ഇഷ്യൂസ് എന്തൊക്കെയാന്ന് പഠിക്കണം, അതിനെന്താ ചെയ്തിട്ട് വിജയിച്ചോ, അല്ലെങ്കിൽ ആ ഓരോ സമയത്തുണ്ട്, അല്ലെങ്കിൽ ഓരോ ഇവന്റ്സിന്റെയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണ്, ഇതൊക്കെ വ്യക്തമായിട്ട് പഠിക്കണം. അതിനുശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്താണ് ഇനി മെയിൻസിന് ഞാനിപ്പോ പറഞ്ഞു പോസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മെയിൻസിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ. അതുപോലെ ഹിസ്റ്ററിക്ക് വേറെ ഫോക്കസ് ചെയ്യേണ്ട ഒരു, ഹിസ്റ്ററി മെയിൻസ് എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, അതിന് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വേൾഡ് വാർ, കോൾഡ് വാർ, കൊളോണൈസേഷൻ, ഡീകോളനൈസേഷൻ, ഇങ്ങനത്തെ കുറെ ടോപ്പിക്സ് പഠിക്കും. ഓക്കെ, വേൾഡ് ഹിസ്റ്ററിയിൽ എന്തൊക്കെ ചേഞ്ചസ് സംഭവിച്ചു എന്നുള്ളത് മെയിൻസിന് വേണ്ടി മാത്രം പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഓക്കെ, പ്രിലിംസിനെ നിങ്ങൾ നോക്കേ വേണ്ട. ക്ലിയർ ആണല്ലോ? വേൾഡ് ഹിസ്റ്ററി ആൻഡ് വേൾഡ് ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്ന എന്തൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വേൾഡ് വാർ 1, വേൾഡ് വാർ 2, ആരൊക്കെ തമ്മിൽ, എന്തുകൊണ്ട്, എങ്ങനെ. ഓക്കെ, കോൾഡ് വാർ, പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ UN ഒക്കെ ഫോം ചെയ്തത് എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കും. അതുപോലെ വേറെ കുറച്ച് പൊളിറ്റിക്കൽ ഫിലോസഫീസ് ഉണ്ട്, അതായത് കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, ഈ ടേംസും ഈ ഫിലോസഫിയൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്തു, ഇതിന്റെ അർത്ഥം എന്താണ്, ഇതൊക്കെ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ ഡീറ്റെയിൽ ആയിട്ട് മെയിൻസിന് വേണ്ടിയാണ് പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അപ്പൊ ഇത്രയാണ് UPSC നമ്മളോട് പഠിക്കണം എന്ന് പറയുന്ന സിലബസ്. ഓക്കെ, ഇനി നമ്മൾ ഇത് പഠിക്കാനായിട്ട് എന്താ ഏത് ബുക്ക് റെഫർ ചെയ്യണം? ഓഫ്കോഴ്സ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഈ ബുക്സിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും, പഠിപ്പിച്ചും തരും. ഓക്കെ, പക്ഷെ അത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ടെക്സ്റ്റ് നോട്ട് എന്ന് പറഞ്ഞ് വെക്കണമെങ്കിൽ ഈ പറയുന്ന ടെക്സ്റ്റ് ഒക്കെ കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ, നമ്മുടെ PDF നമ്മുടെ ക്ലാസ്സിൽ എടുക്കുന്ന നോട്ടും എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണം. അത് കൂടാതെ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യാനും ഒന്ന് വായിച്ചു പോകാനും, അല്ലെങ്കിൽ ആദ്യമായിട്ട് വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ കുറച്ച് ടെക്സ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മാത്രമല്ല, ഇതാണ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ഏൻഷ്യൻ ഇന്ത്യക്ക് നിങ്ങൾ നോക്കേണ്ടത് ക്ലാസ് 11 ഓൾഡ് NCERT, ദെൻ ഇപ്പോഴത്തെ ക്ലാസ് 12 തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1 ന്യൂ NCERT നോക്കുക.
അതുപോലെ തന്നെ തമിഴ്നാടിന്റെ ക്ലാസ് 11 SCERT അത് ഭയങ്കര നല്ലത്. ലൈക്ക് അത് ഏൻഷ്യൻ ഹിസ്റ്ററിന്റെ കറക്റ്റ് ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ്. ഓക്കെ, ഇവിടെ ഈ ക്ലാസ് 12ന്റെ തീംസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1 അത് ലൈക്ക് അവിടെ ഇവിടെ പറക്കി പറയുന്നത്. അതിലും സിമ്പിൾ ആയിട്ടും പെട്ടെന്നും ഒരു ഫ്ലോയിൽ പഠിക്കാൻ പറ്റിയ നിങ്ങൾക്ക് തമിഴ്നാട് ക്ലാസ് 11ന്റെ NCERT ആയിരിക്കും. ഓക്കെ, അത് കൂടാണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്യാനായിട്ട് ഓൾഡ് NCERT ക്ലാസ് 11 RS ശർമ്മ ആ ബുക്കും റെഫർ ചെയ്യും. ഇതാണ് ഏൻഷ്യൻ ഹിസ്റ്ററിക്ക് നിങ്ങൾ നോക്കേണ്ട ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ, അടുത്തത് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടി ഓൾഡ് NCERT ക്ലാസ് 11 മെഡീവൽ ഇന്ത്യ ബൈ സതീഷ് ചന്ദ്ര. ഇത് എല്ലാവരും വായിക്കുന്ന ഒരു ബുക്കാണ്. ഇത് അത്യാവശ്യം കട്ടിയാണ്. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ടും ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വായിച്ച് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയവും ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഈ ബുക്ക് വായിക്കാം. ഓക്കെ, മറ്റൊരു ബുക്കാണ് ന്യൂ NCERT ക്ലാസ് 12 തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 2. ഓക്കെ, അതാണ് മെഡീവൽ ഇന്ത്യയുടെ സെക്കൻഡ് ബുക്ക്, സ്റ്റാൻഡേർഡ് ബുക്ക്. NCERT എല്ലാം NCERT ആണ് വായിക്കാൻ പറയാം. ആൻഡ് മോഡേൺ ഇന്ത്യക്ക് NCERT-നേക്കാൾ കൂടുതൽ എല്ലാവരും റെഫർ ചെയ്യുന്ന ഒരു ബുക്കാണ് സ്പെക്ട്രം. ഓക്കെ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ബൈ രാജീവ് അഹിർ എന്ന് പറയുന്ന ഇന്ത്യൻ സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് എന്തായാലും നിങ്ങൾ വായിച്ചിരിക്കണം. അതൊരു 2-3 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ എക്സാമിന് മുന്നേ ഫുൾ വായിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ആൻഡ് മറ്റൊരു ബുക്കാണ് ഓൾഡ് NCERT ക്ലാസ് 12 മോഡേൺ ഇന്ത്യ, ബിപിൻ ചന്ദ്രന്റെ മറ്റൊരു ബുക്കുണ്ട്. ഓക്കെ, ബിപിൻ ചന്ദ്രന്റെ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ബുക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വായിക്കും, മോഡേൺ ഇന്ത്യക്ക് വായിക്കും. പക്ഷെ അത് ഭയങ്കര വലിയ ബുക്കാണ്. ആൻഡ് അതിൽ നിന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ സുഖമാണ് നമുക്ക് സ്പെക്ട്രം വായിച്ച് അതിൽ നിന്ന് കണ്ടന്റ് നോട്ട്സ് ആയിട്ട് നമ്മളുടേതായ നോട്ടായിട്ട് മാറ്റി ചെയ്യുന്നത്. ഓക്കെ, ഞാൻ റെക്കമെൻഡ് ചെയ്യുക സ്പെക്ട്രം നോക്കാനായിരിക്കും. ഒത്തിരി സമയമുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ വായിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ബിപിൻ ചന്ദ്രന്റെ ഇന്ത്യൻ ഹിസ്റ്ററിന്റെ സ്ട്രഗിൾ ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നമുക്കിന്റെ പേര്, അതും നിങ്ങൾക്കൊന്ന് വായിക്കാം. ഓക്കെ, ടൈം ഉണ്ടെങ്കിൽ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വേൾഡ് ഹിസ്റ്ററിനെ പറ്റി പഠിക്കാനായിട്ട് ഓൾഡ് NCERT ക്ലാസ് 9-10 ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി. നമ്മൾ ബാക്കി നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, നെക്സ്റ്റ് ആർട്ട് ആൻഡ് കൾച്ചറിന് വേണ്ടിയിട്ട് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ആർട്ട് ക്ലാസ് 11 NCERT നോക്കാം. അത് കൂടാതെ നിതിൻ സിംഗാനിയുടെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുക. ആക്ച്വലി ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഈ നിതിൻ സിംഗാനിയുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കാനാണ്. അതിൽ നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാവുന്ന കുറച്ച് ടോപ്പിക്സ് നമ്മൾ പറയും. അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ കുറെ പിക്ചേഴ്സും ഉണ്ടാവും, അത് റെഫർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, പക്ഷെ NCERT ഒരിക്കലും നിങ്ങൾ വായിക്കാതെ വിടരുത്. അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എപ്പോഴും നിങ്ങളുടെ ഒരു പേഴ്സണൽ നോട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യണം. ഓക്കെ, ഇത് NCERT കൂടാതെയുള്ള എക്സ്ട്രാ ടെക്സ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ നമ്മൾ എന്തൊക്കെയാണ് UPSC നമ്മളോട് പറയുന്ന സിലബസ്, ഏതൊക്കെ ബുക്കാണ് നമ്മൾ പഠിക്കേണ്ടതെന്നും പറഞ്ഞു കഴിഞ്ഞു. സോ ഇത് മാത്രം മതി നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ. ഈ പറഞ്ഞ സിലബസ് നോക്കി ബുക്കും കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല അല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബുക്ക് എല്ലാം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. അതിന് നമ്മൾ വർക്ക് ചെയ്യണം. സോ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം? ഒരു കാര്യം, നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നല്ല ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ അപ്പൊ ചോദിച്ചു പോവുക. അത് കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സും നിങ്ങളുടെ ടെക്സ്റ്റ്, ഇപ്പൊ പറഞ്ഞ ടെക്സ്റ്റും റെഫർ ചെയ്യുക. അങ്ങനെ ഓരോ കൺസെപ്റ്റിനെ പറ്റി വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, കൺസെപ്ഷൻ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കയ്യിലുള്ള കോമൺ സെൻസും കൂടെ വെച്ച് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ ഓൾറെഡി എല്ലാ ക്ലാസ്സും ഒരു ടൈം ലൈനും പിന്നെ മാപ്പിൽ എല്ലാം വെച്ചിട്ടായിരിക്കും പറഞ്ഞു തരിക. അതോടുകൂടെ നിങ്ങളും ഈ ടൈം ലൈൻ വ്യക്തമായി നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ഓക്കെ, നമ്മൾ പറഞ്ഞു തരുന്ന ടൈം ലൈൻ വ്യക്തമായിട്ട് മനസ്സിൽ വെക്കുക. അതോടൊപ്പം ഒരു മാപ്പ് എപ്പോഴും കയ്യിലുണ്ടാവണം. ആ മാപ്പിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും, ഓരോ സ്ഥലങ്ങളും പിന്നെ എല്ലാ കാര്യങ്ങളും മാപ്പിൽ വ്യക്തമായിട്ട് പോയിന്റ് ചെയ്യും. അപ്പൊ മാപ്പും ടൈം ലൈനും കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതും ഈ എക്സാം ഹിസ്റ്ററി സബ്ജക്ട് കയ്യിൽ ഒതുങ്ങാനായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. അടുത്താണ് ഇന്റർലിങ്കേജസ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞ സബ്ജക്ട് ഹിസ്റ്ററി അത് വേറെ ആരുമായിട്ട് ബന്ധമില്ല, ആ രീതി പഠിക്കരുത് ഒരിക്കലും. ഓക്കെ, ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അതിനോടൊപ്പം ആ സ്ഥലത്തുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, എക്കണോമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, സൊസൈറ്റിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം പഠിക്കണം. പിന്നെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിന്റെ ഏതെങ്കിലും സൈറ്റ്സ് ഇതൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം,
അവിടെ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ, അവിടെ ഏതെങ്കിലും നാഷണൽ പാർക്ക് പുതിയതായിട്ട് അതിന്റെ അടുത്തേക്ക് വരുന്നുണ്ടോ, വരുന്നുണ്ടെങ്കിൽ ആ സൈറ്റിന് എന്തൊക്കെ ചേഞ്ചസ് വരും, അല്ലെങ്കിൽ ആ സൈറ്റിന് എന്തെങ്കിലും പ്രശ്നമാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇങ്ങനെ പല കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് വേണം ഹിസ്റ്ററി എന്ന സബ്ജക്ട് പഠിക്കാൻ. ഓക്കെ, അല്ലാതെ ഹിസ്റ്ററിന്റെ ടെക്സ്റ്റ് അതൊരു ക്ലോസ് കേസിലിരുന്ന് പഠിക്കരുത്. ഓക്കെ, ഹിസ്റ്ററി എന്ന് പറയുന്നത് ഓക്കെ ഹിസ്റ്ററി അതൊക്കെ ഓൾറെഡി റിട്ടേൺ ആണ്, ഇനി ഇതിലൊരു ചേഞ്ചസും വരുത്താൻ പോകില്ല, ഇത് ആരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സബ്ജക്റ്റ് ആണ്, അങ്ങനെ ഒന്നും ചിന്തിച്ച് പഠിക്കരുത്. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഹിസ്റ്ററി ബാക്കി പൊളിറ്റി, എക്കണോമിക്സ്, ജോഗ്രഫി എല്ലാവരുമായിട്ട് ബന്ധപ്പെടുത്തിയും കൂടെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന്റെ കൂടെ ബാക്കി സബ്ജക്റ്റും കൂടെ കണക്ട് ചെയ്ത് നല്ല രസമായിട്ടും നല്ല രീതിയിൽ മനസ്സിൽ നിൽക്കുന്ന രീതിയിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്തൊക്കെയായിരുന്നു, ഒന്ന് കൺസെപ്റ്റിനെ പറ്റി നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം, ടൈം ലൈൻസും ആ മാപ്പും ഇതൊക്കെ മൈൻഡിൽ കിട്ടുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. മൂന്നാമത്തേത് ഇന്റർ ലിങ്കേജ് ഉണ്ടാവണം, അതായത് എല്ലാവരുമായിട്ട് ബാക്കി സബ്ജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്ത് വേണം ഹിസ്റ്ററി പഠിക്കാൻ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അല്ലെ, ഇതെല്ലാം നിങ്ങൾക്ക് മാർക്ക് കിട്ടി നിങ്ങളൊരു ഓഫീസർ ആവണമെങ്കിൽ അതെല്ലാം നിങ്ങൾ പേപ്പറിൽ റീപ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് നിർബന്ധമായിട്ട് നിങ്ങൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഡേ 1 തൊട്ട് ചെറിയ രീതിയിൽ ട്രൈ ചെയ്ത് തുടങ്ങണം എന്നാണ് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ ഒരു ടോപ്പിക് പഠിച്ചു കഴിയുന്ന ആ മൊമെന്റ്, അതായത് ഡേ 1 ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, അതായത് ഒരു ടോപ്പിക് ക്ലിയർ ആയി എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ആ ഒരു ദിവസം തൊട്ട് നിങ്ങൾ ആൻസർ എഴുതി തുടങ്ങണം. പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ലക്ഷ്യത്തിൽ എത്തിക്കുന്നത്. അത് മെയിൻലി ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്. മെയിൻസിന് വേണ്ടി ഒരു ടോപ്പിക് നന്നായി ക്ലിയർ ആയി കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ആൻസർ എഴുതി തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത്രയാണ് UPSCക്ക് വേണ്ടി ഹിസ്റ്ററി എന്നൊരു ടോപ്പിക് പഠിക്കേണ്ടത്. ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു സെഷൻ. അപ്പൊ എല്ലാവർക്കും സിലബസും എവിടെ നിന്ന് പഠിക്കണം, അപ്പൊ എല്ലാവർക്കും ഈ ഒരു സിലബസും എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എല്ലാ കാര്യത്തെ പറ്റി ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.